ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കിട്ടുമ്പോൾ വല്ലാത്തൊരു സുഖം ഉണ്ടാവും അല്ലേ? ആഗ്രഹിച്ചതൊന്നും കിട്ടാതെ വരുമ്പോഴോ ഇതൊന്നും അനുഭവമില്ലെന്ന് തോന്നുന്നു. വൈകുന്നേരം പണിയൊക്കെ എടുത്ത് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ പഴയ കാരണവന്മാരാണെങ്കിൽ പെണ്ണും പിള്ള ഇവന് ഏറ്റവും ഇഷ്ടമുള്ള വെള്ളമൊക്കെ എടുത്ത് നല്ല കുറച്ച് മോരും കുറച്ച് പുളിശ്ശേരിയും കുറച്ച് നല്ല മാങ്ങാക്കറിയും കടുകൊക്കെ പൊട്ടിച്ചിട്ട മാങ്ങാക്കറിയും ഒക്കെ കൂടെ ഒഴിച്ച് നല്ലപോലെ ഇളക്കി നല്ല ഗ്ലാസ് ടംബ്ലറും നല്ല വെള്ളമൊക്കെ ആയിട്ട് പഠിക്കലേക്ക് നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് ഇത് മേടിച്ച് കുടിക്കുമ്പോൾ അവനൊരു വല്ലാത്ത ആശ്വാസമുണ്ട്. മനസ്സിലായില്ലേ? ഇത് ഇവൻ ഇന്ന് അധ്വാനമൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പം വീട്ടിലുള്ള 2 പിള്ളേരെയും പുറത്തേക്ക് ഇറക്കി നിർത്തി അതിൻ്റെ മുതുകത്ത് 2 തല്ലും തല്ലിതേ അതുപോലുള്ള 2 എണ്ണത്തിനെ ഉണ്ടാക്കി വെച്ചേച്ച് പോയിരിക്കുന്നു. ഇതിനെയൊക്കെ ചുമന്നുകൊണ്ട് പൊക്കോണമെന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണും പിള്ള മുറ്റത്തേക്ക് ഇറങ്ങുന്ന വിദ്യാഭ്യാസമുള്ള ഈ കാലഘട്ടത്തിൽ അമ്മായി ഞാൻ കുറച്ചധികമാണ് പറഞ്ഞതല്ലേ? ഇതൊക്കെ കൂടുതലാ. എവിടെയാ ജീവിതാനന്ദം? അപ്പം എങ്ങനെയാണ് നിങ്ങൾക്കത് കിട്ടിയത്? കയ്യിലിരിപ്പിൻ്റെ ആണെന്നാണ്. മനസ്സ് നന്നായിരിക്കണം. മനസ്സെങ്ങനെയോ അങ്ങനെയാണ്. ആ മനസ്സ് ഉത്തമമായവരെയാണ് സുരന്മാർ എന്ന് വിളിക്കുന്നത്. നല്ലതിൽ രമിക്കുന്നവരാണവർ. പ്രാണനിൽ രമിക്കുന്നവനാണ് അസുരൻ. അസു പ്രാണഹ അസും രമന്തെ, പ്രാണനിൽ രമിക്കുന്നവർ. പ്രാണരഥന്മാർ. ഇപ്പൊ ദേവന്മാർക്ക് വരങ്ങളെ പ്രദാനം ചെയ്യുന്നവളെ, ദുർധരന്മാരെ, ദുർധരൻ മഹിഷാസുരന്റെ സേനാപതിയാ ദുർധരൻ. വരന് ദാനം ചെയ്യുക, ശ്രേഷ്ഠന് വരങ്ങളെ ദാനം ചെയ്യുക, അതേസമയം ദുർധരനെന്ന മഹിഷന്റെ സേനാപതിയെ കൊല്ലുക. ഒരേ തലത്തിൽ 2 പ്രവൃത്തിയാണ്. ആദ്യത്തത് നന്മ മാത്രം പറഞ്ഞു വന്നു. ഇപ്പോൾ നന്മയും അതിൻ്റെ പ്രതിയോഗവും ദ്വന്ദ്വങ്ങളെ വെച്ച് പറയുകയാണ്. സുരവരവർഷിണിയും ദുർധരധർഷിണിയുമാണ് ദേവി. ദുർമുഖമർഷിണിയാണ്, ദുർമുഖനെയും കൊന്നവളാണ്. ദുർധരൻ, ദുർമുഖൻ ഒക്കെ അസുര സേനാപതികളാണ്. ഹർഷരഥേ, എല്ലാ ജീവികളുടെയും ഹർഷത്തിൽ, സുഖത്തിൽ താൽപ്പര്യമുള്ളവളുമാണ്. ത്രിഭുവനപോഷിണി, 3 ലോകങ്ങളെയും, ഭുർലോകം, ഭുവർലോകം, സ്വർലോകം, ഇത് 3 ലോകങ്ങൾ. 3നെയും സംരക്ഷിക്കുക. 3 ഉപരിലോകങ്ങളാണിവ. ഭുർലോകം, ഭുവർലോകം, സ്വർലോകം. വേറെയുണ്ട് തപലോകം, ജനലോകം, സത്യലോകം, മഹലോകം. വ്യാഹൃതികളിൽ ഈ ലോകങ്ങളെ ഓർക്കുന്നു. ഓം ഭുർ, ഓം ഭുവ, ഓം സ്വ, ഓം തപ, ഓം ജന എന്ന് തുടങ്ങുന്നത് വ്യാഹൃതികളിലൂടെ ഈ സപ്തലോകങ്ങളെയാണ് സ്മരിക്കുന്നത്. എന്നിട്ടാണ് ഗായത്രി. ഈ സപ്തലോകങ്ങളും കടന്നു പോകണം. താഴേക്ക് 7 ലോകങ്ങളുണ്ട്. അതലം, വിതലം, തലാതലം തുടങ്ങി 7 ലോകങ്ങളുണ്ട്. അതും സപ്തലോകങ്ങളാണ്. അങ്ങനെ 14 ലോകങ്ങളാണ്. അതിൽ പ്രധാനികളായ 3 ലോകങ്ങളിലെയും ജീവജാലങ്ങളെ സന്തോഷിപ്പിക്കുന്ന, അവരുടെ സുഖത്തിൽ താൽപ്പര്യമുള്ളവളെ ത്രിഭുവന പോഷിണി, 3 ലോകങ്ങളെയും പോഷിപ്പിക്കുന്നവളെ, വർദ്ധിപ്പിക്കുന്നവളെ. അവിടെ ജനിമൃതികൾക്ക് ഇടയിലുള്ളതെല്ലാമും ജനിമൃതികളും സംജാതമാക്കുന്നവളെ. ശങ്കരതോഷിണി, ശങ്കരനെ, സദാശിവനെ സന്തോഷിപ്പിക്കുന്നവളെ. ശിവനെ
സന്തോഷിപ്പിക്കുന്നവൾ. ശിവനെ സന്തോഷിപ്പിക്കുന്നവൾ ശിവനേക്കാൾ മേലെയാകണം. കാരണം ശിവനെയും സന്തോഷിപ്പിക്കുന്നത് അവളാണ്. ഒരു താന്ത്രിക സങ്കല്പവും അതിലുണ്ട്. സൗന്ദര്യലഹരിയും ഒക്കെ നിങ്ങളെടുത്ത് പഠിച്ചാൽ കൂടുതൽ മനസ്സിലാവും. ശക്തി, ശിവൻ ശക്തിയോട് ചേരുമ്പോഴാണ് യുക്തനായിത്തീരുന്നത് എന്നുള്ള ആ സങ്കല്പം. അതൊരല്പം താന്ത്രിക സങ്കല്പങ്ങളും കൂടെ കലർന്നതാണെന്ന് കൂട്ടിക്കൊള്ളുക. കന്മഷമോഷിണി, കൽമഷങ്ങളെ, പാപങ്ങളെ നശിപ്പിക്കുന്നവളെ. അതുകൊണ്ടായിരിക്കാം ശിവള്ളിയും മറ്റും പാടിയിട്ടുമുണ്ട്. ദുഷ്കർമ്മം ചെയ്തിരിക്കാം അഹം, അത് മുഴുവൻ ചിത്രഗുപ്തൻ കണക്കിൻ ബുക്കിൽ കൊള്ളിച്ചിരിക്കാം. യമനും അതിന് കണ്ടോട്ടെയെന്നായിരിക്കാം. മുക്കണ്ണപ്പാതിമയ്യേ തവ തൃക്കാലെഴും കാലം ആരും മുഷ്കെന്നിൽ ചേർക്കുമെന്നുള്ളൊരു ഭയം അടിയനില്ല, പുല്ലാണതെല്ലാം. അതൊരു തൻ്റെ ഇടവാ. മനസ്സിലായില്ല? അത്ര എളുപ്പമൊന്നും കിട്ടുകയില്ല. ഞാൻ ദുഷ്കർമ്മവും ചെയ്തിട്ടുണ്ടാവും. ദുഷ്കർമ്മം ചെയ്തിരിക്കാമഹം, അത് മുഴുവൻ ചിത്രഗുപ്തൻ കണക്കിൻ ബുക്കിൽ കൊള്ളിച്ചിരിക്കാം. എണ്ണിപ്പെറുക്കി അവൻ എഴുതിയും വെച്ചിട്ടുണ്ടാകാം. യമനും അതിന് കണ്ടോട്ടെ എന്നായിരിക്കാം. മുക്കണ്ണപ്പാതിമയ്യേ തവ തൃക്കാലെഴും കാലം ആരും മുഷ്കെന്നിൽ ചേർക്കുമെന്നുള്ളൊരു ഭയം അടിയനില്ല, പുല്ലാണതെല്ലാം. അങ്ങനെ പറയണമെങ്കിൽ ചില്ലറ കളി പിടിച്ചാൽ പോരാ. ശരിയല്ല? ഇത് പറയാൻ വിറയ്ക്കും. ശരിയല്ല? ഇതിനാ കാൽപാദം കണ്ടാൽ പോരാ, അത് തലേ പതിയണം. അതിനൊരു അനുഗ്രഹം വേറെ വേണം. അതിങ്ങനെ പറഞ്ഞുതരിക. അതുകൊണ്ട് കന്മഷങ്ങളെ, പാപങ്ങളെ മുഴുവൻ ഹരിക്കുന്നവളെ, നശിപ്പിക്കുന്നവളെ, സമസ്ത പാപവാസനകളെയും ഇല്ലാതാക്കുന്നവളെ. ഘോഷരതെ, വേദമന്ത്രഘോഷത്തിൽ സന്തോഷിക്കുന്ന അമ്മ, വേദാഘോഷങ്ങളിൽ, ശ്രുതിയുടെ ശബ്ദങ്ങളിൽ സന്തോഷിക്കുന്നവളെ. ഹർഷരതെ, ഘോഷരതെ, ഹർഷരതത്വം, ജീവജാലങ്ങളുടെ എല്ലാം സുഖരതിയുള്ളവൾ എന്ന് പറഞ്ഞാൽ സമസ്ത ജീവികളുടെയും അന്തസ്ഥമായ സത്യം താനായിരിക്കുന്നവൾ, സദ്ഭാവം. ഘോഷം ശ്രുതി, ശ്രുതിയുടെ താൽപ്പര്യത്തെ, അറിവിനെ ഉൾക്കൊണ്ടവളെ. ചിത്ഭാവം. വീണ്ടും ഘോഷരതെ, ധനുജ നിരോഷിണി, ദാനവന്മാരെ, അസുരന്മാരെ നശിപ്പിക്കുന്നവളെ. ദിതിസുത രോഷിണി, ദൈത്യന്മാരെ നശിപ്പിക്കുന്നവളെ. ദാനവർ, ദൈത്യർ, അസുര വിഭാഗത്തിലെ 2 വിഭാഗങ്ങളാണ്. അവരെ നശിപ്പിക്കുന്നവളെ. ദുർമത ശോഷിണി, മതത്തെ ഇല്ലാതാക്കുന്നവളെ. അഹങ്കാരത്തെ നശിപ്പിക്കുന്നവളെ, ദുരഹങ്കാരത്തെ നശിപ്പിക്കുന്നവളെ. സിന്ധുസുതേ, സിന്ധു ക്ഷീരസാഗരം, പാൽക്കടൽ, പാൽക്കടലിൽ നിന്നുണ്ടായവളെ ലക്ഷ്മി, മഹാലക്ഷ്മിയായിട്ടുള്ളവളെ. മറ്റൊരർത്ഥവുമുണ്ട്. ദേവി ഇരിക്കുന്നത് സുധാസിന്ധുവിലാണ്. മണിദ്വീപില്, ശിവാകാരമഞ്ചത്തില് ബ്രഹ്മാവിഷ്ണു രുദ്രന്മാര്
ഒക്കെ അടങ്ങുന്ന കട്ടിലിൻ്റെ തലങ്ങളായി വിളങ്ങുന്ന ആ ശിവാകാര മഞ്ചത്തിൽ സുധാസിന്ധുവിലാണ് ദേവി വിളങ്ങുന്നത്. ദേവി പോയിട്ടുണ്ടോ? ഇല്ല. ഈ ദേവി പോയിട്ടുണ്ടോ? ഇല്ല. ശങ്കരഭാവനയിലൂടെ ഈ ദ്വീപിലൂടെ പോണം. സൗന്ദര്യലഹരി. ശങ്കരന്റെ കൈപിടിച്ച്, സാക്ഷാൽ ആദിശങ്കരന്റെ കൈകൾ പിടിച്ച് പാരമ്പര്യ സത്തയുൾക്കൊണ്ട് ആ സുധാസിന്ധുവിലൂടെ ഒന്ന് യാത്ര ചെയ്യണം. അപ്പോഴാണ് ഭാരതീയ ഭക്തിചിന്തയുടെയും ലാസ്യതാണ്ഡവങ്ങളുടെയും ആനന്ദതുന്തിലങ്ങളായ ലോകങ്ങൾ മനസ്സിലാവുക. അതിനിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം ശാങ്കരപ്രണീതമായ സൗന്ദര്യലഹരിയിലൂടെ അദ്ദേഹത്തിൻ്റെ പരമഗുരുവായ ഗൗഡപാദനും ഈ വഴിയിൽ ഒരുപാട് സഞ്ചരിച്ചയാളാണ്. സുഭഗോദയം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. 2 താന്ത്രിക കൃതികളാണ് അവ രണ്ടും. സുഭഗോദയവും സൗന്ദര്യലഹരിയും. സുഭഗോദയം ഗൗഡപാദ മഹാശയൻ്റെയാണ്. അതിലെ സഞ്ചരിക്കണം. അതിന് ഭാവന ഒട്ടേറെ വേണം. ഇപ്പോൾ ഉള്ള ബുദ്ധി പോരാ. ഇത് തന്നെ പഠിക്കാൻ ബുദ്ധി പോരാ തോന്നില്ലേ? ബുദ്ധിയുടെ ലോകങ്ങൾ കൊണ്ടൊന്നും പഠിക്കാൻ പറ്റൂല. ഇതിനൊരു ഭാവനാലോകം വേണം. ഇതിൻ്റെ ഭാവനയിലിരിക്കുമ്പോഴാണ് ആനന്ദം എന്താണെന്ന് അറിയുക. ഇപ്പം അതുകൊണ്ട് അതിന് കുട്ടിക്കാലത്ത് സ്തോത്രമൊക്കെ ചൊല്ലി പഠിക്കണം. അല്ല വയസ്സായി കഴിഞ്ഞിട്ട് മറ്റുള്ള പണിയെല്ലാം കഴിഞ്ഞ് ഉള്ള വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ച് കളഞ്ഞ് അവസാനം വയസ്സുകാലത്ത് സ്വന്തം മതത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് വീണ്ടുവെന്ന് പറഞ്ഞ് രാധാകൃഷ്ണൻ്റെ മാതിരി അവസാന കാലത്ത് വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ എല്ലും മുട്ടുമൊക്കെ ആകെ ഇതിന് മര്യാദയ്ക്കിരിക്കാൻ സമ്മതിക്കാത്ത കാലങ്ങളിൽ ഇതിനെ അടക്കി പിടിച്ച് ഒതുക്കിയൊക്കെ ഇരുത്തി ഇനിയും പഠിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ പണിയാണ്. ഇതൊക്കെ നല്ല ചെറുപ്പത്തിൽ, നല്ല തിളയ്ക്കുന്ന പ്രായത്തിൽ പഠിക്കണം. മനസ്സിലായില്ല? എന്നിട്ട് കോശങ്ങളെയൊക്കെ അതിനകത്ത് നിമഞ്ജനം ചെയ്യിച്ചെടുക്കണം. പട്ടതിരി പറഞ്ഞ പോലെ പീയൂഷാപ്ലാവിതോയം തദനു തനുതരേ ദിവ്യകൈശോരവേഷം. അപ്പോൾ കവിതാങ്കനെയൊക്കെ വീണ് കിടക്കും. എങ്ങനെ? തപ്തോജ്വല കനകനിഭം പീതജേലം ദാനം എന്നൊക്കെ എഴുതാൻ പറ്റുമോ? നേരം ഭാവന അതുപോലെ വേണം. അതല്ലാതെ ഈ കൃതിയൊക്കെ നമ്മൾ ഈ ബുദ്ധി കൊണ്ട് പഠിച്ചാലൊന്നും പഠിക്കാനാവില്ല. ഇപ്പം ഇവിടെ സിന്ധുസുതേ, പാലാഴിയിലെ കന്യക എന്ന നിലയിൽ മഹാലക്ഷ്മി എന്ന് വിളിക്കാം. അതും ഭാവനാസാന്ദ്രമാണ്. അതീവ ഭാവനാസാന്ദ്രമാണ്. രമ്യ കബർദിനി, രമ്യങ്ങളായ ജടാജൂഢത്താൽ ശോഭിക്കുന്നവളെ. ശൈലസുതേ, ഹേ പാർവതി, മഹിഷാസുരമർദിനി, മഹിഷാസുരനാശിനി, അവിടുന്ന് ജയിച്ചാലും ജയിച്ചരുളിയാലും. ഇവിടെ 2 തലവും പറഞ്ഞിട്ടുണ്ട്. അതിൽ സത്വം, സദ്ഭാവം, ചിദ്ഭാവം, ആനന്ദഭാവവും 3 പദങ്ങളിൽ കൊണ്ടുവന്ന് യോജിപ്പിക്കുന്നുണ്ട്. ആ പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതൊക്കെയാ? ഹർഷരഥേ 2, ഘോഷരഥേ 3, സിന്ധുസുതേ. ആ സിന്ധുസുതേ എന്ന പദം ബൈന്ദവസ്ഥാനത്തിൽ, സുധാസിന്ധുവിൽ ബൈന്ദവസ്ഥാനത്തിൽ ആയീം ആനന്ദരൂപീം അമൃത കരതലേ എന്ന നിലയിൽ കിടക്കുന്ന ബാലാവിക്രമനന്ദിനി. ബാലയെ മന്ത്രസ്വരൂപത്തിൽ കാണണം. ബാല നോക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല.
മന്ത്രരഹസ്യം അറിഞ്ഞ് അതിലൂടെ പോകണം. അപ്പോഴിതിൻ്റെയൊക്കെ ചമൽക്കാരം കൂടും. ആ ആയിയായിട്ടുള്ള അമ്മയായിട്ടുള്ള ആനന്ദരൂപിണി ഇരിക്കുന്നത് സുധാസിന്ധുവിലാണ്. അതുകൊണ്ട് അതിന് ആനന്ദഭാവവും വരും. ഇപ്പം സത്ത്, ചിത്ത്, ആനന്ദം. ഇപ്പൊ ദേവന്മാർക്ക് വരത്തെ പ്രദാനം ചെയ്യുന്ന അമ്മേ, ദുർധരൻ, ദുർമുഖൻ മുതലായ ആസുരി സമ്പത്തികളെ മുഴുവൻ നശിപ്പിച്ചവളെ. പദങ്ങൾ തന്നെ ഗംഭീരമാണ്. ദുർധരൻ, ദുഷ്ടമായി ധാരണ ചെയ്യുന്നവൻ, ധരിക്കുന്നവൻ. എന്തെങ്കിലും ഏൽപ്പിച്ചു കൊടുത്താൽ ആ ഏൽപ്പിക്കുന്നതോടുകൂടി അവൻ്റെ ഉത്തരവാദിത്വം അന്യരെ പീഡിപ്പിക്കലാണ് എന്ന് വിചാരിക്കുന്ന എല്ലാവനും ദുർധരൻ എന്ന അസുരനാണ്. അതുകൊണ്ട് ദുർധരന്മാർക്കൊന്നിൻ്റെയും ചുമതല കൊടുത്തുകൂടാ. മനസ്സിലായില്ല? ഇത് പഴയ അമ്മമാർക്കറിയാം. വീട്ടിൽ ദുർധരന്മാരായ പിള്ളേരുണ്ടാവും. അവരെ വല്ലതും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഉപയോഗമില്ല. അതേറ്റവും നന്നായി ഉപയോഗിക്കുവാൻ പ്രാപ്തനാകുന്നവൻ്റെ കയ്യിൽ വേണം ഏൽപ്പിക്കാൻ. അല്ലാത്തവനെയൊക്കെയാണ് ദുർധരൻ എന്ന് വിളിക്കുന്നത്. ധാരണയാണ് ധർമ്മം. ധാരണ നന്നായിട്ടുള്ളവനാണ് സുധരൻ. ധാരണ മോശമായവനാണ് ദുർധരൻ. ഇതെൻ്റെയാണ്. മനസ്സിലായില്ല? എന്തിനാ നിനക്കിത്? അതിൻ്റെ ഉടമസ്ഥത എനിക്കാണ്. ഉപയോഗം ആർക്കില്ലാതെ ഉടമസ്ഥതയിൽ അഭിമാനിക്കുന്നുവോ അവൻ ദുർധരൻ. വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മതി. വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മതി. കൈത്തലത്തിലൊന്നും നോക്കണ്ട. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് നോക്കിയിട്ട് ഇതിൽ പെടുമോ എന്ന് നോക്കുക. അമ്മ ശരിയാക്കും. ഒരു വസ്തു അതിൻ്റെ ഉപഭോഗത്തിനുള്ളതാണ്. അതിലെ ദേവത ചാരുവായിരിക്കുന്നത് ഉപഭോഗം കൊണ്ടാണ്. അതാണ് അമ്മയ്ക്കിഷ്ടം. അതുകൊണ്ട് സുധരനായിരിക്കണം, ദുർധരനാകരുത്. അതാണ് ഒന്നാമത്തത്. ദുർമുഖൻ. മുഖം എന്നതിന് വായ എന്നൊരർത്ഥമുണ്ട്. മനസ്സിലായില്ല? മുഖം എന്ന് മാത്രമല്ല, ജിഹ്വ. മുഖം എന്ന് പറഞ്ഞാൽ, മുഖരോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ജിഹ്വാരോഗങ്ങളാണ്. ആ മുഖം എന്ന് പറഞ്ഞാൽ വാക്ക്, രസന, ഇത് രണ്ടും ദുഷിച്ചവൻ. ദുർമുഖന്മാർ കൂടി വരുന്ന കാലമായത് അല്ലേ? പത്രം വായിച്ചാൽ അറിയാം. എവിടെയും ദുർമുഖന്മാരേ ഉള്ളൂ. വായ തുറന്നാൽ സ്നേഹം, കാരുണ്യം, നന്മ ഇവയൊക്കെ ഓടി ഒളിക്കും. വാക്പാരുഷ്യം വളരെ കൂടുതലാണ് ആധുനികതയിൽ. അങ്ങനെയുള്ളവനാണ് ദുർമുഖൻ. അവനവനെ നോക്കിയാൽ മതി. ചിലരുടനെ തോണ്ടിയിട്ട് ഇന്നവൻ ഇന്നവൻ വേണ്ട. നമ്മളാണോ എന്ന് നോക്കിയാൽ മതി. അന്യരെ പഠിക്കാൻ ഈ പഠിത്തം ഉപയോഗിക്കണ്ട. അപ്പം അതുകൊണ്ട് ദുർമുഖൻ, ദുർധരൻ മുതലായ അസുരന്മാരെ നശിപ്പിച്ചവളെ, ജീവന്മാർക്ക് സുഖം പ്രദാനം ചെയ്യുന്ന, ജീവന്മാരുടെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ ദേഹങ്ങളിലെ ദുർവാസനകളെ മാറ്റി സദ്ഭാവം പുലർത്തുന്ന അമ്മ. ആ സദ്ഭാവത്തിൻ്റെ ഇതാണ് ഏത് പദം? ഹർഷ
രതേ, സദ്ഭാവജന്യമായ ഭക്തകോടികൾക്ക് മംഗളദായിനിയായിട്ടുള്ളവളെ, അവരുടെ പാപങ്ങളെയെല്ലാം നശിപ്പിക്കുന്നവളെ, ശ്രുതിഘോഷം കൊണ്ട് പ്രസാദിക്കുന്ന അല്ലയോ അമ്മേ, ചിദ്ഘനാനന്ദയായിട്ടുള്ളവളെ, ദാനവരെയും ദൈത്യരെയും നശിപ്പിക്കുന്നവളെ, സുധാസിന്ധുവിൽ ശിവാകാരമഞ്ചത്തിൽ ബൈന്ദവസ്ഥാനയുക്തയായിരിക്കുന്നവളെ, ഹേ ഗിരിരാജകുമാരി, മനോഹരമായ ജടാഭാരം കൊണ്ട് ശോഭിക്കുന്ന മഹിഷാസുരനാശിനിയായ ഹേ ജഗദംബികെ, അവിടുന്ന് ജയിച്ചാലും വിജയിച്ചരുളിയാലും. 3-ാം ശ്ലോകം. അയി ജഗദംബ മദംബ കദംബ വന പ്രിയവാസിനി ഹാസരതേ, ശിഖരി ശിരോമണി തുംഗ ഹിമാലയ ശൃംഗനിജാലയ മധ്യഗതേ, മധുമധുരേ മധു കൈഡഭഞ്ജിനി കൈഡഭഞ്ജിനി രാസരതേ, ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ, അയി ജഗദംബ മദംബ കദംബ വനപ്രിയവാസിനി, ജഗദംബയായിട്ടുള്ളവളെ, ജഗജ്ജനനിയായിട്ടുള്ളവളെ, ജഗജ്ജനനി അമ്മേ, മദംബേ, മദംബ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അമ്മേ. നമ്മൾ മലയാളത്തിൽ അമ്മച്ചി എന്നൊക്കെ വിളിക്കുകയല്ലേ, അതുപോലെ സ്വന്തം അമ്മ, അത്രയും പ്രിയമുള്ള വിളിയാണ്. അതുകൊണ്ട് ആ അമ്മയങ്ങ് ചേർന്ന് വിളിക്കുന്ന വിളിയാണ്. പിന്നെ അതിനപ്പുറത്ത് വേറൊന്നുമില്ല. എല്ലാ കളിപ്പാട്ടവും വിടുമ്പോൾ വിളിക്കുന്ന വിളി. ഏതെങ്കിലുമൊക്കെ കളിപ്പാട്ടം കിട്ടിയാൽ പിന്നെ അമ്മയെ മറന്നു പോകും അല്ലേ? ഈ കളിപ്പാട്ടമൊക്കെ വിട്ടു കഴിഞ്ഞാൽ ചോട്ടിലെത്തും. അങ്ങനെയാണല്ലോ. ആദ്യകാലത്ത് ജീവനില്ലാത്ത കുറേ കളിപ്പാട്ടങ്ങളുമായിട്ട് കളിക്കും. അപ്പോഴമ്മ മറന്ന് ജീവിക്കും. ഇത് കഴിഞ്ഞ് ജീവിക്കുന്ന കളിപ്പാട്ടങ്ങൾ അമ്മ മേടിച്ചു തരും, ഭാര്യയായിട്ടും ഭർത്താവായിട്ടും ഒക്കെ. അപ്പോഴും അമ്മയെ മറക്കും. ഈ കളിപ്പാട്ടങ്ങളോടുള്ള പ്രിയമെല്ലാം വിട്ടു ചെല്ലുമ്പോൾ പട്ടട ബാക്കിയാവും. പിന്നെ അവിടെ പോയിരുന്ന് കരയും. മനസ്സിലായില്ല? അമ്മയിൽ ഉറച്ചു നിന്ന് ഈ കളിപ്പാട്ടമൊക്കെ കളിച്ചാൽ അമ്മ ചേർന്ന കളികളെല്ലാം സുഖമാവും. അത് കളിക്കാൻ അറിയണമെങ്കിൽ നല്ല അമ്മയ്ക്ക് പിറക്കണം. തന്തയ്ക്ക് പിറക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, നല്ല അമ്മയ്ക്ക് പിറക്കണം. അങ്ങനെയാണ് അതിൻ്റെ ലോകം. നല്ല അമ്മയ്ക്ക് പിറന്നാൽ ഈ കളിയൊക്കെ കളിക്കുമ്പോഴും അമ്മ കൂടെ ഉണ്ടാവും. എല്ലാ കളിയിലും അമ്മ കൂടെ ഉണ്ടാവുമ്പോഴാണ് ഈ വിളി വരുന്നത്. എൻ്റെ സ്വന്തം അമ്മയെന്നാണ് വിളിക്കുന്നത്. ഒരു വേർപാടുമില്ല. അത്ര അകമഴിഞ്ഞ വിളിയാണ്. ഐ ജഗദംബ മദംബ മദംബ കദംബവനപ്രിയവാസിനി. ഈ സുധാസിന്ധുവിൽ കദംബവനത്തിലാണ് ദേവിയിരിക്കുന്നത്. കദംബവന പ്രിയവാസിനി. കദംബവൃക്ഷങ്ങൾ കൊണ്ട്, കടമ്പ് മരങ്ങൾ കൊണ്ട് ശോഭിച്ചിരിക്കുന്ന
രമ്യമായ വനത്തിൽ താമസിക്കുന്നവളെ, വനപ്രിയവാസിനി, അതിഷ്ടവിഹാരമായിട്ടുള്ളവളെ, ഹാസരതെ, ഹാസ്യവിലാസത്തിൽ പ്രീതിയുള്ളവളെ, ഹാസോ ഉന്മാദകരീചമായ, ഏതാളിനെയും മയക്കുന്നത് ഹാസ്യമാണ്. അതുകൊണ്ട് ഹാസ്യം രസത്തിൽ ഔന്നത്യത്തിലുള്ളതാണ്, ശൃംഗാരമാണ്. രസോ വൈ സഹ എന്നതിൽ രസത്തിൻ്റെ ശൃംഗമായി പറയുന്നതെങ്കിലും രസത്തിൽ മായാമയമായിരിക്കുന്നത് ഹാസ്യമാണ്. ഹാസോ ഉന്മാദകരീചമായ, അറിവ് ഏറ്റവും ഔന്നത്യത്തിൽ